ഒരു നിമിഷം തുടരണം. നമുക്കൊപ്പം മുൻ ട്രഷറർ കൂടിയായ കെ ഗോപിനാഥൻ്റെ പേര് ഈ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്, ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ കെ ഗോപിനാഥൻ, നിങ്ങൾക്കെതിരെയാണ് NM വിജയൻ ആത്മഹത്യാക്കുറിപ്പിൽ പേരെഴുതി വെച്ചിരിക്കുന്നത്. ആ ആത്മഹത്യാ പ്രേരണാ കുറ്റം നിങ്ങളിലേക്കാണ് വരുന്നത് എന്നതാണ് CPM-ന്റെ ആരോപണം. എന്താണ് പ്രതികരണം? അത് ആത്മഹത്യാക്കുറിപ്പ് അല്ലല്ലോ എന്റെ പൊന്നു സുഹൃത്തെ, അല്ലേ? ആത്മഹത്യാക്കുറിപ്പല്ല, അത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ഒരു കത്ത. ആ കത്തിന്റെ അകത്ത് പരാമർശിക്കുന്ന കുറെ ആളുകൾക്ക് പൈസ കൊടുക്കാണ്ടെന്നൊക്കെ പറയുന്നല്ലോ. ആ പൈസ ഒരു വർഷത്തിന് മുമ്പേ കൊടുത്ത് കിറ്റി പോയിട്ടുള്ള റെസീറ്റ് എന്റെ കയ്യിലുണ്ട്, ഒറിജിനൽ റെസീറ്റ് എന്റെ കയ്യിലുണ്ട്. പിന്നെ എങ്ങനെ ആത്മഹത്യാക്കുറിപ്പാണ്? അല്ല, ഈ കത്ത് എഴുതിയത് അതായത് ഈ കുടുംബം പറയുന്നത് പോലെ വിഷയമല്ല. KPCC പ്രസിഡന്റ് അയക്കാനായിട്ട് പുള്ളിയുടെ മകനെ ജോലിക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അയക്കാനായിട്ട് കഴിഞ്ഞിട്ട് പുള്ളിക്ക് പണ്ട് ചെലവാക്കിയ കാര്യമൊക്കെ എഴുതിയത്. അതൊക്കെ കൊടുത്തു തീർത്ത ആ പൈസ, അതിനുള്ള രേഖ എന്റെ കയ്യിലുണ്ട്. അതായത് ഈ കത്തിൽ പറയുന്നത് പോലെയുള്ള പണമിടപാടുകളെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞതാണ് എന്നാണ്. അതായത് എത്ര രൂപയാണ് ശ്രീ കെ ഗോപിനാഥൻ ആ അർത്ഥത്തിൽ കൊടുക്കാനുണ്ടായിരുന്നത്? ഇതിൽ പറയുന്നത് ഞാൻ ആർക്കും കൊടുക്കാനില്ല. പിന്നെ NM വിജയന് DCC ട്രഷറർ എന്നുള്ള നിലയിൽ ഏതെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പാർട്ടിയുടെ നിർദ്ദേശം തന്നിരുന്നു. അതനുസരിച്ച് ഒരു രാധാകൃഷ്ണൻ എന്ന ആൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ആ പൈസ എല്ലാം കൊടുത്തു തീർത്തു. അത് നിങ്ങൾ രാധാകൃഷ്ണനോട് വിളിച്ചു ചോദിക്കും, കൊടുത്തു തീർത്തൊന്ന്. അങ്ങനെ ഓരോരുത്തരുടെ കാര്യം എടുത്താൽ ആ പൈസ എല്ലാം കൊടുത്തു തീർക്കാൻ രേഖ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തരും. ഓക്കെ, അതായത് ഈ വിഷയത്തിൽ 65 ലക്ഷം രൂപയുടെ കടം തനിക്ക് വന്നിട്ടുണ്ട്. അത് 32 ലക്ഷം രൂപ പാർട്ടിക്ക് വേണ്ടിയിട്ട് താൻ ബാങ്കിൽ നിന്നെടുത്ത ലോണാണ്. അതായത് 2013 BJPയിൽ നിന്ന് ഭരണം തിരിച്ചുപിടിക്കാൻ വേണ്ടി അന്ന് BJPയിലെ ഒരു നേതാവിനോ മറ്റോ 10 ലക്ഷം രൂപ കൊടുക്കുന്നതടക്കം അതിനു വേണ്ടി എടുത്ത പണമാണ്. അത് ഇപ്പോൾ പലിശയും കൂട്ടുപലിശയും ചേർന്ന് 65 ലക്ഷം രൂപയായിരിക്കുന്നുവെന്നാണ്. അങ്ങനെയൊരു ബാധ്യത പാർട്ടിക്ക് വേണ്ടി ട്രഷററായിരുന്ന NM വിജയൻ ഉണ്ടായിരുന്നു. എനിക്ക് പറയാനാവില്ല. അതൊന്ന് അന്നത്തെ DCC പ്രസിഡന്റ് ചോദിക്കണം, ഞാനുമായിട്ട് ബന്ധമില്ലല്ലോ. അല്ല, പക്ഷെ ഇതിൽ അന്ന് അങ്ങനെ അത്രയും ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള വിവരം നിങ്ങൾക്ക് അറിയാമായിരുന്നോ? എനിക്കറിയത്തില്ല. ആ വിവരം താങ്കൾക്ക് അറിയില്ല? ഈ BJP നേതാവിന് കൊടുത്ത പണത്തിന്റെ കാര്യത്തിലുള്ള വിവരവും താങ്കൾക്കറിയില്ല? എനിക്കറിയില്ല. താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പണമിടപാടുമായി ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. പക്ഷെ താങ്കൾക്ക് കൂടി അറിയാമായിരുന്നു ഈ നിയമനങ്ങളിൽ പണം വാങ്ങുന്ന കാര്യമെന്നാണ് NM വിജയന്റെ കുടുംബം പറയുന്നത്. അല്ല, കുടുംബം അങ്ങനെ പറയാമല്ലോ. യഥാർത്ഥത്തില് ഞാൻ പറയുന്നത് പുള്ളിയുടെ ആത്മഹത്യാക്കുറിപ്പ് വേണം കാണിക്കേണ്ടത്. അല്ലാതെ 2 വർഷം മുമ്പ് എഴുതിയ കത്തല്ല, ആത്മഹത്യാക്കുറിപ്പ് വേണം കാണിക്കേണ്ടത്. എന്നാലേ ആധികാരികമായിട്ട് അതിനെപ്പറ്റി ഇത് ആത്മഹത്യാക്കുറിപ്പ് ഇപ്പൊ 2 വർഷം മുമ്പ് എഴുതിയതാണെങ്കിലും അത് പറയുന്നത്, നോക്കൂ, എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വീട്ടിൽ, കുടുംബത്തിൽ. ഇതറിഞ്ഞാൽ ഞാൻ മരിക്കേണ്ടി വരും. മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരും മാത്രമായിരിക്കും. അതിന്റെ അടിയിലൊരു വാചകമുണ്ട്. എന്താണെന്നറിയാം അതിലെ വാചകം? അതിന്റെ അടിയിലെ വാചകം എന്റെ മകന് ജോലി കൊടുക്കാനുള്ള ശുപാർശ ചെയ്യണമെന്നുണ്ട്. മരിക്കാതാവുമ്പോ അതെഴുതുമോ? അങ്ങനെ ശുപാർശ ചെയ്തിരുന്നോ? ചെയ്ത് ആ കത്തിന്റെ അടിയിലുണ്ട്. അല്ലല്ല, അത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ പാർട്ടി പരിഗണിക്കണം എന്നതാണ്. ആത്മഹത്യ ചെയ്യാൻ പോവാണെങ്കിൽ എന്റെ മകന് ജോലി കൊടുക്കണമെന്ന് പറയുമോ? തീർച്ചയായിട്ടും പറയാമല്ലോ. ഇതെങ്കിലും ചെയ്യണം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 50 കൊല്ലം കോൺഗ്രസിന് വേണ്ടി ജീവിതം തുലച്ച് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ പാർട്ടിയിലെ അനുഭവങ്ങൾ പറഞ്ഞ് പാർട്ടിയെ നശിപ്പിക്കാൻ പോലും ഞാൻ തയ്യാറാവുന്നില്ല. പാർട്ടി ആ ജോലി കൊടുത്തിരുന്നുവെങ്കിൽ ഒരു നിമിഷം ശ്രീ കെ ഗോപിനാഥൻ, അതായത് പാർട്ടിയിൽ 5 ദിവസം കഴിഞ്ഞ്, മരണശേഷം 5 ദിവസം കഴിഞ്ഞ് മാത്രമേ ഈ കത്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കാവൂ എന്ന് NM വിജയൻ മക്കൾക്ക് എഴുതിയിരിക്കുന്ന കത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാർ, അത് ആത്മഹത്യാക്കുറിപ്പല്ലേ? ജോലി കൊടുക്കുന്ന കാര്യത്തെ പറ്റി ഞാനല്ല അഭിപ്രായം പറയണ്ട. അതെനിക്ക് മനസ്സിലായി. അല്ല, എന്റെ ചോദ്യം അങ്ങനെ ആത്മഹത്യാക്കുറിപ്പ് അല്ലെന്ന് പറയുമ്പോൾ ഇത് ആത്മഹത്യാക്കുറിപ്പാണ്. ആത്മഹത്യാക്കുറിപ്പ് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഇത് ആത്മഹത്യാക്കുറിപ്പല്ല. എന്തുകൊണ്ടെന്നറിയോ? നോക്കൂ, അല്ലല്ല, അത് കേൾക്കൂ. മക്കൾക്ക് വേണ്ടി ഒരു കത്ത് കൂടി ഇതിനോടൊപ്പം എഴുതുന്നുണ്ട്. ആ കത്തിലാണ് താൻ ഇങ്ങനെ KPCC പ്രസിഡന്റിന് വേണ്ടി എഴുതി വെച്ച ഒരു കത്തുണ്ടെന്നും ആ കത്ത് മാധ്യമങ്ങൾക്കും മറ്റുള്ളവർക്കും നൽകുന്നത് 5 ദിവസം കഴിഞ്ഞും പ്രതികരണം ഇല്ലാത്ത പക്ഷം മാത്രമേ നൽകാവൂ എന്നും പറയുന്നത്. അപ്പോൾ ആ കത്തിന്റെ തുടർച്ചയാണിത്. അപ്പൊ അതുകൊണ്ട് ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കത്തെന്നതിൽ ഇതിനെ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും ശ്രീ കെ ഗോപിനാഥൻ. വ്യാഖ്യാനിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ ദിസ് ഇസ് റൂൾ.
റൂളാ ഞാൻ പറയുന്നത്. ഇത് എന്ന് പറയുന്നത് ആത്മഹത്യാക്കുറിപ്പല്ലാതെ പണ്ട് എഴുതി വെച്ചൊരു കത്ത. അതിനകത്ത് പല ആളുകൾക്കും പൈസ കൊടുക്കാനുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അതെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തു കഴിഞ്ഞതാ. അതുകൊണ്ടാണ് ആത്മഹത്യാക്കുറിപ്പല്ലെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, ഈ 65 ലക്ഷം രൂപയുടെ ലോൺ കൊടുത്ത് അടച്ചിട്ടില്ലല്ലോ, തീർത്തിട്ടില്ലല്ലോ. അതൊന്നും എനിക്കറിയത്തില്ല. പുള്ളി ആർക്കൊക്കെ ലോൺ എടുത്തെന്ന് എനിക്കറിയില്ല. അതും ഇതുമായിട്ട് എന്താ ബന്ധം? അല്ല, അത് ഈ പാർട്ടിക്ക് വേണ്ടി എടുത്ത 32 ലക്ഷം രൂപയുടെ ലോണാണെന്ന് പറയുന്നു. അത് നടപ്പാക്കിയിട്ടില്ല. അതിനെപ്പറ്റി എനിക്ക് പറയാനാവില്ല. ഈ മകൻ ആയിക്കോട്ടെ, ശ്രീ കെ ഗോവിന്ദൻ, മകന് ജോലി കൊടുക്കാം എന്ന് പറയുന്നുണ്ട്, മകന് ജോലി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. മകന് ജോലി കൊടുത്തില്ലല്ലോ. അല്ല, മകന് ജോലി കൊടുക്കാത്തതിന്റെ ഉത്തരവാദിത്തം ഇപ്പൊ ബാങ്ക് മാനേജറായ DP രാജശേഖരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് DP രാജശേഖരനാണ് ഇറ്റ് ഈസ് ഹി ഹു ഹാസ് ഡൺ ഇറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും ആ അർത്ഥത്തിൽ നടന്നിട്ടില്ല. സ്വാഭാവികമായും അദ്ദേഹം വിഷം കഴിച്ചു മരിക്കാനിടയായ ഒരു സാഹചര്യത്തിൽ ഈ കത്തും ഇതിനോടനുബന്ധിച്ച് മക്കൾക്ക് എഴുതിയിരിക്കുന്ന കത്തുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മക്കൾക്ക് എഴുതിയിരിക്കുന്ന കത്തിൽ വിശദമായി പറയുന്നു, താൻ എഴുതിയിരിക്കുന്ന KPCC പ്രസിഡന്റിന് അഡ്രസ് ചെയ്തിരിക്കുന്ന ഈ കത്ത് നേതാക്കളെ ഏൽപ്പിക്കണം. അങ്ങനെ നേതാക്കളെ ഏൽപ്പിച്ചു. 5 ദിവസം വരെ കാത്തിരിക്കണം. അവരിതിൽ ഇടപെട്ടാൽ നിങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകരുത്, ഇടപെട്ടില്ലെങ്കിൽ മാത്രം നൽകണം. അപ്പോൾ അത് ആത്മഹത്യക്കുറിപ്പിന്റെ ഭാഗമല്ലേ? അല്ലല്ല അതിനകത്ത് അത് ഇതിനകത്ത് പറയാനുള്ള ഒരു വിഷയമല്ല. ആ കുടുംബത്തിന് സാമ്പത്തികമായിട്ട് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ കാര്യം പരിഹരിക്കാൻ പാർട്ടി ചെയ്യുമെന്ന് എനിക്കറിയാം. പാർട്ടി ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അതൊക്കെ പരിഹരിക്കട്ടെ. ആ കുടുംബത്തിന് അനുകൂലമായിട്ടെല്ലാം ചെയ്യട്ടെ. ഇല്ലാത്ത കാര്യങ്ങൾ പാർട്ടി ആ കുടുംബത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് തന്നെയാണോ അങ്ങിപ്പോഴും പറയുന്നത്? ഞാൻ വിശ്വസിക്കുന്നതാ. പറയുന്നതും വിശ്വാസം രണ്ടല്ലേ. പക്ഷേ നോക്കൂ, ആ കത്ത് തന്നെ വ്യാജമാണെന്നും അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബമാണെന്നും KPCC പ്രസിഡന്റ് പറയുന്നു. ഭീഷണിപ്പെടുത്തിയ സ്വരത്തിൽ സംസാരിച്ചുവെന്ന് നേതാവ് പറയുന്നതിനെ പറ്റി ഞാൻ എന്റെ പൊന്നു സുഹൃത്ത്, എന്റെ നേതാവ് പറയുന്നതിനെ പറ്റി ഞാൻ എന്ത് കമന്റ് പറയാനാ? അല്ല, അപ്പോൾ വീണ്ടും പ്രതിരോധത്തിലാവുകയല്ലേ നിങ്ങൾ? അല്ല, പ്രതിരോധത്തിലാകേണ്ടതല്ല. ഇത് പിന്നെ ആത്മഹത്യക്കുറിപ്പല്ലെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലല്ല, ഇത് ആത്മഹത്യാക്കുറിപ്പാണ് എന്ന ഒരു വാദം ഇത് ആത്മഹത്യാക്കുറിപ്പിന്റെ ഭാഗമായി പുറത്ത് കാണിക്കണം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എവിഡൻസ് ആണ്. നോ എവിഡൻസ് അല്ല. അത് നിങ്ങൾ ലീഗൽ ഒപ്പീനിയൻ എടുത്തു നോക്കിയത് ആത്മഹത്യക്കുറിപ്പ് അല്ലത്. ഇപ്പോൾ ഒരു തെളിവ് അദ്ദേഹം വയ്ക്കുന്നു. ആ തെളിവിനെ സംബന്ധിച്ചൊരു ആത്മഹത്യാക്കുറിപ്പ് ആ കുടുംബത്തിന് എഴുതുന്നു. അതായത് കുടുംബത്തിന് എഴുതിയ കത്ത് ആത്മഹത്യാക്കുറിപ്പ് അല്ലെന്ന് താങ്കൾക്ക് നിലപാടില്ലല്ലോ. എനിക്ക് ആത്മഹത്യക്കുറിപ്പല്ല. കുടുംബത്തിനെഴുതിയ കത്ത് ആത്മഹത്യാക്കുറിപ്പല്ലേ? കുടുംബത്തിന് എഴുതിയ ആത്മഹത്യക്കുറിപ്പല്ലേ? അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എഴുതിയെന്ന് പറഞ്ഞ ആ കത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ല, കുടുംബത്തിനെഴുതിയ കത്ത് ആത്മഹത്യാക്കുറിപ്പ് അല്ലാതിരിക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഞാൻ ആ കത്ത് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അത് ആത്മഹത്യാക്കുറിപ്പല്ലെന്ന് അങ്ങേക്ക് ആധികാരികമായി പറയാൻ കഴിയില്ല. അപ്പൊ കുടുംബത്തിനെഴുതിയ കത്ത് ആത്മഹത്യാക്കുറിപ്പാണ്, അത് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ആ ആത്മഹത്യാക്കുറിപ്പിലാണ് ഈ KPCC പ്രസിഡന്റിന് നേരത്തെ എഴുതിയ കത്തിനെ കുറിച്ച് പരാമർശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതതിന് തെളിവായി വരികയാണ്. തെളിവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ വെറുതെ ഇരുട്ടിന്റെ ഒട്ടടിച്ച് വർത്താനം പറയാനല്ല, അതൊന്നും കാര്യമൊന്നുമില്ല. ഓക്കെ, ശരി. ശ്രീ KK ഗോപിനാഥൻ, ഈ മരണത്തിന് ശേഷം താങ്കൾ ഈ വീട് സന്ദർശിച്ചോ? അല്ലെങ്കിൽ സഞ്ചയനത്തിനോ മറ്റോ? ഞാൻ സ്ഥലത്തില്ലായിരുന്നു. എന്റെ വൈഫിന്റെ അസുഖമായിട്ട് എറണാകുളത്ത് പോയതാ. ഇപ്പോഴും താങ്കൾ വയനാട്ടിലാണോ എറണാകുളത്താണോ? ഇപ്പൊ ഞാൻ വന്നോണ്ടിരിക്കുക. ഇപ്പോഴാണ് മരണത്തിന് ശേഷം ആദ്യമായി വരുന്നത്? അല്ല, ഇതിന് ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ കുടുംബത്തെ താങ്കൾ പോയി കാണും? ഇല്ല, തീർച്ചയായും കാണും. അവരുടെ എല്ലാ വിഷമം എന്തുണ്ടെങ്കിലും അവർക്ക് വേണ്ടി എന്ത് സഹായം ഞാൻ ചെയ്യും. കാരണം കാരണം അറിയാം, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അയാളുടെ വിഷമങ്ങൾ വന്ന് എന്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അയാൾക്കുള്ള എല്ലാ സങ്കടത്തിനും ഞാൻ പരിഹാരം കാണുകയും ചെയ്തിട്ടുള്ളതാ. പക്ഷെ അപ്പോൾ IC ബാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായൊരു നീക്കവും ഉണ്ടായിട്ടില്ല. IC കാര്യത്തിലൊന്നും പിക്ചറിലില്ല. അയാളൊരു പാവത്താണ്. വെറുതെ അയാൾ എന്തിനാ വെറുതെ പിന്നെ ഇതിനകത്ത് അതിനായിട്ട് ഇതൊരു ബന്ധമില്ലല്ലേ. ഒരു നിമിഷം അങ്ങ് തുടരണം. പത്മജ നേരിട്ടുണ്ട്. ഇതുവരെയും നിങ്ങൾ നേരിട്ട് ഈ കുടുംബത്തെ വിളിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിളിച്ച് സംസാരിച്ചോ? ഞാൻ ഇതിന് മുമ്പ് ഫസ്റ്റിൽ ഞാൻ അവരോട് സംസാരിച്ചു. അവർക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു. കാണാൻ പോടെ ഞാൻ മെഡിക്കൽ കോളേജിലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പോയി കണ്ട് അവർക്ക് എന്താ വിഷമം എന്ന് വെച്ചാൽ അതെല്ലാം പരിഹരിക്കാൻ ചെയ്യും. എന്റെ ഒരു അനിയൻ മരിച്ച ഫീലിംഗ് എനിക്കുള്ളത്. അതിനെന്താ? തീർച്ചയായിട്ടും കുടുംബത്തെ താങ്കൾ പോയി കാണും. കാണുകയും ചെയ്യും. അവർക്ക് എന്താ സഹായം ചെയ്യും. അതായത് ഈ ബാധ്യത അവരിപ്പോൾ പറയുന്നത് അനുസരിച്ച് അവർക്ക് വലിയ ബാധ്യതയുണ്ട് എന്നാണ് പത്മജ. ബാധ്യതയുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിനോട് പറഞ്ഞിട്ട് പാർട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന എല്ലാം ഞാൻ ചെയ്യിപ്പിക്കും. പക്ഷേ ഇത് 2021 അന്ന് KPCC പ്രസിഡന്റ് കത്ത് എഴുതിയിരുന്നു. അത് താങ്കൾക്ക് അറിയാമായിരുന്നോ? ഇല്ല, അറിയില്ല.
ആ കത്ത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2021 എഴുതിയ കത്തും കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആ കത്തിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. ഇത്തരം നിയമനങ്ങൾ നടക്കുന്നതിൽ വ്യാപകമായി പണപ്പിരിവ് നടന്ന വിവരം താങ്കൾക്കറിയാമായിരുന്നു? എനിക്കറിയില്ല. Debate with Dr. Arun Kumar.